സമയം ഡേവിക്ക് ആക്സിഡന്റ് പറ്റി സീരിയസ് ആണെന്ന് പറഞ്ഞ് ഫേക്ക് കോൾ വന്നതും ധോനിയുടെ കയ്യിൽ നിന്ന് ഫോൺ വീണു. പിന്നെ ധോനിയും ക്രിസ്റ്റിയും ഇറങ്ങിയതും അവരുടെ ബാക്കിലായി ദിനേശനും സാന്ദ്രയുടെ ആളുകളും കൂടി. എടുത്തി അവർ വേറെ എന്തെങ്കിലും പറഞ്ഞോ? സീരിയസ് ആണെന്ന് പറഞ്ഞത്. ആരെ വിളിച്ചത്? ഇച്ചാൻ്റെ ഫോണിൽ നിന്ന് കോൾ വന്നത്. ആരാണെന്നൊന്നും പറഞ്ഞില്ല. എനിക്ക് പേടിയാവുന്നു ക്രിസ്റ്റി. ഇച്ചാനൊന്നും സംഭവിക്കില്ല. എടുത്ത് ടെൻഷനായല്ലേ? ഈ സമയം ക്രിസ്റ്റിയുടെ കണ്ണുകൾ തങ്ങളെ ഫോളോ ചെയ്യുന്ന ജീപ്പിലേക്ക് എത്തി നിന്നു. ആരോ ഫോളോ ചെയ്യുന്നുണ്ടല്ലോ കുറച്ചു നേരമായി. ഏട്ടത്തിയറ് പറയണോ? വേണ്ട, ഇപ്പം തന്നെ പേടിച്ചിരിക്കാ പാവം. അതിൻ്റെ കൂടെ ഇതും കൂടെ ആയാൽ പിന്നെ പറയണ്ട. പിന്നെ ക്രിസ്റ്റി സ്പീഡിൽ ഓടിച്ചു. എടുത്ത് ഫോൺ അടിക്കുന്നു, എടുക്ക്. ഇച്ചാൻ്റെ നമ്പർ തന്നെയാ, നേരത്തെ വിളിച്ച ആളായിരിക്കും, എടുക്ക്. ഹലോ, തുനിമോൾക്കുള്ള കുറുക്കിൻ്റെ പൊടി കഴിഞ്ഞു. ഇച്ചാനിപ്പോൾ ഒന്നും പറ്റിയില്ലേ? എനിക്കെന്ത് പറ്റാൻ? എന്താ എടുത്തി? ഇച്ചാനെ ക്രിസ്റ്റി സംസാരിക്കുന്നത്. എടുത്ത് സ്പീക്കറിലിട്. ഹലോ ഇച്ചായ, എന്താടാ പ്രശ്നം? പിന്നെ ക്രിസ്റ്റി കാര്യം പറഞ്ഞതും ഡേവി ആലോചിച്ചു നിന്നു. ഹലോ ഇച്ചായ, നേരത്തെ എൻ്റെ ഫോൺ കുറച്ച് സമയത്തേക്ക് കാണാതിരുന്നു. അപ്പോൾ ആരും മനഃപൂർവ്വം എടുത്ത് നിങ്ങൾക്ക് വിളിച്ചതാണ്. ഇച്ചാൻ്റെ ഫോണിൽ നിന്ന് വന്നത് കൊണ്ട് ഞങ്ങൾക്ക് സംശയമില്ലാതിരുന്നത്. ഇപ്പോൾ നിങ്ങൾ എവിടെയാ? ഫ്ലവർ സ്കൂൾ കഴിഞ്ഞു. പിന്നെ ഇച്ചായ, ഞങ്ങൾക്ക് പുറകെ കുറച്ച് നേരമായിട്ട് ആരും ഉണ്ട്. പണിയാണ്. ഞാൻ പറഞ്ഞ പോലെ ചെയ്യേ. നേരെ നമ്മുടെ ഫാക്ടറിയിലേക്ക് വണ്ടി എടുത്തോ. നമ്മുടെ ആളുകൾ അവിടെ ഉണ്ടാവും. അപ്പോഴേക്കും ഞാനും എത്തും. അവർ അടുത്ത് തറയിച്ചയ സ്പീഡിൽ ഓടിക്കേ. പിന്നെ ക്രിസ്റ്റി മാക്സിമം സ്പീഡിൽ പറപ്പിക്കാൻ തുടങ്ങി. സാർ, അവർ സ്പീഡിൽ പോകുന്നു. നമ്മൾ ബാക്കിലുള്ളത് അവർ അറിഞ്ഞു സാറേ. അവർ വണ്ടി ഓവർടേക്ക് ചെയ്ത് കയറ്. ഇന്ന് അവൾ എൻ്റെ കയ്യിൽ കിട്ടണം. ഈ അവസരം മുതലാക്കില്ലെങ്കിൽ പിന്നെ ഡേവി നമ്മളെ വെറുതെ വിടില്ല. ഞാൻ ഒന്ന് സാന്ദ്ര മേഡത്തെ വിളിക്കട്ടെ. ഹലോ, എന്തായി ദിനേശ? നമ്മുടെ മുന്നിലുണ്ട്, പിടിക്കോ അവരെ. അവളെ കുന്നുകളഞ്ഞിക്ക് കിട്ടിയാൽ അവളെ കൊല്ലാനല്ല വളർത്താനാണ് എനിക്ക് വേണ്ടത്. 5 ലക്ഷം തരാം, അവരില്ലാതാക്കിയേക്കും. 10 തന്നാ നോക്കാം, എന്ത് പറയുന്നു? 10 10. ഇനി അവളെ ഇല്ലാതാക്കി എന്നെ വിളിച്ചാൽ മതി. ഓക്കെ, ശരി. സാറേ, ഇനി മുന്നോട്ട് പോകണോ? അതെന്താടാ അങ്ങനെ ഒരു ചോദ്യം? ഈ വഴി അവസാനിക്കുക ഡേവിസാറിൻ്റെ ഫാക്ടറിയിലാണ്. അപ്പോൾ കുരുക്കാണല്ലോ. നീ വിട്, നമുക്ക് നോക്കാം. പിന്നെ അവിടേക്ക് വണ്ടി കടന്നതും നല്ല ഇരുട്ടായി. 2 ഭാഗവും ചുറ്റും കാട് പോലെ. കാട് തന്നെയാ ചുറ്റും. ഇവിടെ ഗ്രാനൈറ്റിംഗ് ഫാക്ടറി ആണുള്ളത്. മറ്റുള്ളവർക്ക് ബുദ്ധിമുട്ടുണ്ടാവാതിരിക്കാൻ ഇവിടെ തുടങ്ങിയിരിക്കുന്നത്. രാത്രികാലങ്ങൾ ആരെങ്കിലും ഉണ്ടാകുമോ എന്ന് അറിയില്ല. ആരുണ്ടാവാനാ ഈ കാട്ടില്? നീ പേടിക്കാതെ വിട്. എടുത്ത് ഇറങ്ങ്, നമ്മുടെ ഫാക്ടറിയാണ്. അവർ എത്തി, നമുക്ക് പെട്ടെന്ന് മുകളിലെത്തണം. പിന്നെ അവർ ഇറങ്ങുമ്പോഴേക്കും ദിനേശിന്റെ വണ്ടി അവിടെ വന്ന് നിന്നു. നെൽക്കടി അവിടെ, എടുത്തി വാ. അപ്പോഴേക്കും ദിനേശൻ ക്രിസ്റ്റിയെ തള്ളി മാറ്റി. ധോനിയെ പിടിക്കാൻ വന്നതും ക്രിസ്റ്റി അവളോട് ഓടാൻ പറഞ്ഞു. ഡാ, ഇവൻ നിങ്ങൾ നോക്കിക്കോ, അവളെ കൊണ്ട് ഞാൻ വരാം. പിന്നെ ക്രിസ്റ്റി നേരെ എല്ലാവരെയും തിരിഞ്ഞതും അവൻ അവരെല്ലാവരെയും അടിക്കാൻ തുടങ്ങി. ഈ സമയം ധോനി ഓടി ഒരു നിലയിലെത്തിയതും ദിനേശൻ അവളുടെ മുടിക്കുത്തിൽ കുത്തിപ്പിടിച്ച് അവളെ തള്ളി ആ വീഴ്ചയിൽ അവളുടെ ചുണ്ടുപൊട്ടി ചോര ഒഴുകി. അപ്പോഴേക്കും അവിടെ എല്ലാം വെട്ടം വീണതും ഡേവി അവിടെ കണ്ട് ദിനേശൻ വിറച്ചു. പക്ഷെ ധൈര്യം വീണ്ടെടുത്ത് ധോനിയെ പിടിച്ച് എഴുന്നേൽപ്പിച്ചു, കഴുത്തിൽ കത്തിവെച്ചു. ഇനി നീ എന്ത് ചെയ്യും ഡേവി? അവളെ നീ ഒന്നും ചെയ്യില്ല ദിനേശ. അങ്ങനെ നീ വിശ്വസിക്കണ്ട. എനിക്ക് രക്ഷപ്പെടാൻ ഒരു വഴിയും കിട്ടില്ലെങ്കിലേ ഇവളെ കൊന്നു പോവാനും എനിക്കറിയാം. അത് പറഞ്ഞ് അവളെ കൊണ്ട് നടന്നതും ദിനേശൻ നിന്നു. പിന്നെ താഴേക്ക് നോക്കി ചിരിച്ച് അവളെ താഴേക്ക് തള്ളിയിട്ടതും അവളുടെ അലർച്ച മുഴങ്ങി കേട്ടു. പിന്നെ അവൻ താഴെ എത്തിയതും ക്രിസ്റ്റി വെള്ളത്തിൽ നിന്ന് അവളെ കയറ്റി. ഇച്ചായ, പൂളിലേക്കാണ് വീണത്, അതുകൊണ്ട് അധികം പ്രശ്നമൊന്നുമില്ല. പിന്നെ പേടിച്ചിട്ടാണെന്ന് തോന്നുന്നു പോയത്. പിന്നെ ഡേവി അവളെ തട്ടി വിളിച്ചതും അവൾ കുറച്ച് സമയത്തിന് ശേഷം കണ്ണു തുറന്നു. ഇച്ചായ, പേടിക്കേണ്ട പെണ്ണെ, ഞാൻ വന്നില്ലേ. പിന്നെ അവൾ പൊട്ടിക്കരഞ്ഞു. അവനെ കെട്ടിപ്പിടിച്ചതും അവനും അവളെ ചേർത്ത് പിടിച്ചു. ഒന്നുമില്ല പെണ്ണെ. ഇച്ചായ, അയാൾ ഇവിടെ രക്ഷപ്പെട്ടു കാണും. ഇനി അവനെ വെറുതെ വിടാൻ ഉദ്ദേശിച്ചിട്ടില്ല, കൊന്നു കളയും മോനെ. പിന്നെ അവർ അവിടെ നിന്ന് വീട്ടിലെത്തിയതും ധോനിയെ റൂമിൽ കൊണ്ടുപോയി കിടത്തി. ഇച്ചായ, എന്നെ വിട്ടു പോവല്ലേ, എന്തു പേടി തോന്നാ. അയാൾ വീണ്ടും വരും എന്നെ കൊണ്ടുപോവാൻ. ആരും ഈ ഡേവിയുടെ വീട് കടന്ന് വരാൻ പേടിക്കും. ധോനി അതുകൊണ്ട് പേടിക്കാതെ ഉറങ്ങാൻ നോക്കും, ഞാൻ അടുത്തുണ്ടാവും. പിന്നെ അവൾ ഉറങ്ങിയതും ഡേവിയുടെ മുഖം ദേഷ്യം കൊണ്ട് വലിഞ്ഞു മുറുകി. ഒപ്പം ദിനേശിനെ കൊല്ലാനുള്ള ദേഷ്യം ഉടലെടുത്തു. സാന്ദ്ര മേഡം, നിങ്ങൾ ഞാൻ എത്ര വിളിച്ചു, എന്താ ഫോൺ എടുക്കാന്നിരുന്നത്? അല്ല, അവൾ എന്ത് ചെയ്തു? അവളെ കിട്ടിയില്ല. അപ്പോഴേക്കും ഡേവി എത്തി. പക്ഷേ അവളെ ഞാൻ മുകളിൽ നിന്ന് തള്ളിയിട്ടിട്ടുണ്ട്. ജീവൻ പോയോ അതോ ഇപ്പോഴും ജീവനുണ്ടോ എന്ന് അറിയില്ല. അത് കൂടെ അറിഞ്ഞിട്ട് വന്നാൽ പോരായിരുന്നു. ആ, ബെസ്റ്റ്. ഒരു നിലക്കാണ് ആ ഡേവിയുടെ കയ്യിൽ നിന്ന് രക്ഷപ്പെട്ടു പോകുന്നത്. ഡേവി എന്തായാലും വെറുതെ ഇരിക്കാൻ പോകുന്നില്ല.
നിന്നെ തിരക്കി നാളെ തന്നെ ഇറങ്ങും. അതുകൊണ്ടാണ് ഇങ്ങോട്ട് പോകുന്നത്. ഇനി കുറച്ച് ദിവസം ഞാൻ ഇവിടെയാണ്. ഇവിടെയോ? അതൊന്നും പറ്റില്ല. താൻ പോവാൻ നോക്ക്. വേറെ എവിടെ പോയാലും ഡേവി എന്നെ പിടിക്കും. അതുകൊണ്ട് എനിക്ക് ഇവിടെ നിന്നേ പറ്റൂ. അതും പറഞ്ഞ് ദിനേശൻ കയറിയിരുന്നതും സാന്ദ്ര വേറെ വഴിയില്ലാത്തത് കൊണ്ട് അവന് വീടിന് തൊട്ടുള്ള ഒരു സ്റ്റോർ റൂം കൊടുത്തു. ഇവിടെ കിടന്നോ? ഇവിടെയോ? എന്താ, ആവശ്യത്തിന് സൗകര്യമല്ലേ? ഉണ്ട്. എന്നാലും അത് പറഞ്ഞ് വഷളൻ ചിരിയോടെ നോക്കിയും സാന്ദ്ര പുറത്തേക്ക് നടന്നു. ആൽവിൻ, എന്താ ലീന, എന്തൊരു തീരുമാനം എടുക്കാത്തത്? നീ എന്ത് തീരുമാനത്തെക്കുറിച്ച് പറയുന്നത്? നമ്മുടെ വിവാഹത്തെ പറ്റി. അതിന് നീട്ടിക്കൊണ്ട് പോണു. നിന്റെ വീട്ടിൽ നിന്ന് ഒരു ചില്ലി പൈസ തരാതെയല്ലേ നിന്നെ ഇറക്കി വിട്ടത്. എനിക്ക് പുതിയ ബിസിനസ് തുടങ്ങണമെങ്കിൽ 30 ലക്ഷത്തിൻ്റെ ആവശ്യമുണ്ട്. അതുകൊണ്ട് അത് കിട്ടി വിവാഹം നോക്കാം. ആൽവിൻ, നീ എന്തൊക്കെയാ പറയുന്നത്? അപ്പോൾ വിവാഹം ഇപ്പം അടുത്തുണ്ടാവില്ലേ? അതിന് ചോദിക്കാനുണ്ടോ? നിന്നെ വിശ്വസിച്ചിറങ്ങി വന്ന് എന്നെ പറഞ്ഞാൽ മതി. 30 ലക്ഷം രൂപ കിട്ടിയാൽ ഇപ്പോൾ ഞാൻ നിന്നെയും വിവാഹം ചെയ്യും. എന്താ ഇവിടെ? സാന്ദ്ര അടുത്തേ വിവാഹം ഇപ്പോൾ തന്നെ വേണമെന്ന്. സൺഡേ നിങ്ങളുടെ വിവാഹമാണ്. അതിന് വേണ്ടതെല്ലാം ഞാൻ ചെയ്തു. അതുകൊണ്ട് മോള് പേടിക്കാതെ പോയി ഉറങ്ങാൻ നോക്ക്. ശരി. ചേച്ചി എന്തൊക്കെയാ അവളോട് പറഞ്ഞത്? എനിക്ക് സമ്മതമല്ല അവൾ വിവാഹം കഴിക്കാൻ. അവൾ വിവാഹം കഴിച്ചാലേ നമ്മളെ വിചാരിച്ച പോലെ കാര്യങ്ങൾ നടക്കുള്ളൂ. എന്ത് കാര്യങ്ങൾ? വിവാഹം കഴിഞ്ഞാൽ അവളുടെ മേൽ നമുക്ക് അധികാരം ഉണ്ടാവും. അതുപോലെ അവൾക്ക് പെട്ടെന്ന് നിന്റെ ജീവിതത്തിൽ നിന്ന് ഇറങ്ങി പോകാനും പറ്റില്ല. ഡേവി ഇപ്പോൾ ചിന്തിച്ച് കാണാം, വിവാഹം നീ ചെയ്യില്ലെന്നാവും. ഡേവി ഒന്നും നമുക്ക് തരാത്ത കൊണ്ട്. പക്ഷേ ഡേവിയുടെ പ്രതീക്ഷകൾ നമ്മൾ തട്ടിത്തെറിപ്പിക്കണം. ചേച്ചി എന്ത് പറയുന്നു അത് ഞാൻ കേൾക്കും. പിന്നെ സാന്ദ്ര പോയതും ആൽവിൻ മെഡിസിൻ കയ്യിൽ ഇഞ്ചെക്ട് ചെയ്തു കിടന്നു. പിറ്റേന്ന് ഡേവി എഴുന്നേറ്റതും ധ്വനിയെ അടുത്ത് കണ്ട് അവൻ നെറ്റി ചുളിച്ചു. ഞാൻ എഴുന്നേൽക്കുന്നതിന് മുമ്പ് എഴുന്നേൽക്കുന്ന ആളാണല്ലോ. പിന്നെ അവളെ തട്ടി വിളിച്ചതും പൊള്ളുന്ന ചൂട് കയ്യിലേക്ക് എടുത്തതും അവൻ അവളുടെ നെറ്റിയിൽ തൊട്ടു നോക്കി. പിന്നെ ഡോക്ടറെ വീട്ടിലേക്ക് വിളിച്ചതും ഇഞ്ചക്ഷൻ എടുത്തു. ഡേവി, കുറവില്ലെങ്കിൽ വിളിക്കണം. പിന്നെ എഴുന്നേറ്റുടനെ കഞ്ഞി കൊടുക്കണം. ഈ 2 ഗുളിക കൊടുക്കണം. ഇന്നലെ അത്ര പേടിച്ചുകൊണ്ടാവും പനി പിടിച്ചത്. പിന്നെ വെള്ളത്തിൽ വീണിരുന്നല്ലേ? ആ, എന്നാ ശരി. ശരിയെങ്കിൽ. പിന്നെ എല്ലാവരും പോയതും ഡേവി അവളെ നോക്കിയിരുന്നു. അവളുടെ നെറ്റിയിൽ ചുണ്ടു ചേർത്തു. ഈ സമയം അവൾ കണ്ണുകൾ തുറന്ന് അവനെ നോക്കി. എന്താ, പേടിച്ചോ? ഒരു ഉമ്മ വെച്ചപ്പോ? അത് പെട്ടെന്ന്. റെസ്റ്റ് എടുക്ക്. അതും പറഞ്ഞവൻ എഴുന്നേൽക്കാൻ നിന്ന് ധോനി അവൻ്റെ കയ്യിൽ പിടിച്ചു. എന്താ ധോനി? സാർ എന്നെ സ്നേഹിക്കുന്നുണ്ടോ? എന്ത് തോന്നി? എനിക്കൊന്നും മനസ്സിലാവുന്നില്ല. അന്ന് പറഞ്ഞെല്ലാം വിട്ടുകളഞ്ഞേക്ക്. അപ്പോ ഇനി എന്നും എൻ്റെ പെണ്ണായി നീ മാത്രം ഉണ്ടാവുള്ളൂ. അവൾ നിറഞ്ഞ കണ്ണാൽ അവനെ നോക്കിയതും അവൻ അവളുടെ അടുത്തിരുന്നു. എന്താ, ഞാൻ പറഞ്ഞ വിശ്വാസം വരുന്നില്ലേ? അത് പെട്ടെന്ന് കേട്ടപ്പോ എൻ്റെ ധോനി, ആദ്യം ഞാൻ വിചാരിച്ചിരുന്നില്ല ഞാൻ നിന്നെ സ്നേഹിക്കുമെന്ന്. എന്നാൽ ദിവസം കഴിഞ്ഞു പോകുന്തോറും നിന്നിലേക്ക് ഞാൻ കൂടുതൽ അടുക്കുക. ഇനി നിന്നെ ആർക്കും വിട്ടുകൊടുക്കില്ല പെണ്ണെ. ദിനേശിനെ ഞാൻ തിരിഞ്ഞു നടക്കാം. ഇന്നല്ലെങ്കിൽ നാളെ അവൻ എൻ്റെ കയ്യിൽ കിട്ടും. പിന്നെ വെറുതെ വിടില്ല, കൊന്നുകളയും. ഇച്ഛായ, നീ റെസ്റ്റ് എടുക്ക്. അപ്പോഴേക്കും കോൾ വന്നും ഡേവി എടുത്തു. പറ സണ്ണി. ഡേവി ലീനയുടെ വിവാഹം നടത്താൻ പോവാ. അത് നമുക്ക് തടയാൻ പറ്റില്ല. അവൾ അവൻ്റെ സ്വഭാവം തിരിച്ചറിഞ്ഞാൽ മാത്രം നമ്മുടെ അടുത്തേക്ക് വരുള്ളൂ. ഇപ്പോൾ അവരെന്ന മായാജാലകത്തിലാണ് അവള്. ഡേവി, പിന്നെ ഒരു സംശയമുണ്ട്. അത് പറയാൻ കൂടെ ഞാൻ വിളിച്ചത്. എന്താ? ദിനേശൻ സാന്ദ്രയുടെ വീട്ടിലാന്നൊരു സംശയം. ചിലപ്പോൾ അവിടെ തന്നെ ഉണ്ടാവും. അവളുടെ വീട് സേഫ് അല്ലേ? നമ്മൾ അങ്ങോട്ട് കയറിച്ചില്ലെന്ന് അവനും അറിയാം. നീ എന്തായാലും അവൻ അവിടെ ഉണ്ടോന്ന് തിരക്ക്. പിന്നെ രാത്രി പോക്കാം, ഒരു കുഞ്ഞറിയാതെ. അത് ഞാനേറ്റു. ഇന്ന് പള്ളിയിൽ ഒരു നോട്ടീസ് കൊണ്ട് കൊടുക്കാനുണ്ട് അവളുടെ അപ്പന്. അപ്പോൾ പോകുമ്പോൾ അവിടെ മൊത്തം നോക്കാം. ശരി, പോയിട്ട് വിളിക്ക്. ധോനിക്ക് എങ്ങനെയുണ്ട്? ഇപ്പോൾ ഉണർന്നു, എന്നെ നോക്കി കിടക്കുന്നുണ്ട്. അപ്പോൾ ശരി. പിന്നെ സണ്ണി വെച്ചതും ഡേവി അവളെ നോക്കി താഴേക്ക് നടന്നു. എല്ലാവരും കഴിക്കായിരുന്നു. ഇച്ചാവാ വെയിറ്റ് ചെയ്തിരിക്കുകയായിരുന്നു. തുനിമോൾ എഴുന്നേറ്റ്. ഡേവി, എഴുന്നേറ്റു അമ്മച്ചി. കുറച്ച് കഞ്ഞി എടുത്തതാ. ചൂട് കഞ്ഞി കുടിച്ച് ഒന്ന് ഓക്കെയാവും. ദാ ആ പാത്രത്തിലുണ്ട്. ചെറിയ ചൂടുണ്ടാവുള്ളൂ. നീ കഴിക്കാൻ വരുന്നില്ലേ? ഞാനിത് കുടിച്ചോണ്ട്. പിന്നെ കുറച്ച് ഉപ്പേരിയും ചമ്മന്തിയും എടുത്ത് പോയതും ഡേവി പോകുന്ന എല്ലാവരും നോക്കിയിരുന്നു. അവളോട് എന്താ സ്നേഹം. പിന്നെ അവൻ്റെ ഭാര്യയോട് അവന് സ്നേഹം ഉണ്ടാവില്ലേ? ഇത് കുറച്ച് ഓവറാണ്. മിണ്ടാതിരുന്ന് കഴിച്ചോ വിൻസി. ഞാനൊന്നും പറയുന്നില്ല. 2ാം ഭാര്യ ഡേവിച്ചിന് കിട്ടിയുള്ളൂ. എന്നെ അനിയത്തി ഡേസിയെ ഞാൻ ആലോചിച്ചതല്ലേ. അവൾക്ക് എന്താ കുറവ്? പൊന്നുപോലെ മോളെ നോക്കും. ജീവന ആമി മോളെ. എന്നിട്ട് ആ പറഞ്ഞുള്ളതുവരെ ഈ വീട്ടിൽ കയറിയിട്ടില്ലല്ലോ. അത് പിന്നെ അവൾ പല ആൺപിള്ളേരോടൊപ്പം കറങ്ങി നടക്കല്ലേ. ഇപ്പോഴത്തെ പണി ഞാൻ ഇടയ്ക്ക് കാണാറുണ്ട്. ദേ, അനാവശ്യം പറഞ്ഞുണ്ടല്ലോ. പറയുന്നില്ല, പകരം കാണിച്ചു തരാം. എന്താ ഇപ്പൊ വിശ്വാസമായോ? പിന്നെ വിൻസി അവിടെ ഇരിക്കാതെ റൂമിലേക്ക് നടന്നു. ദേഷ്യത്തിൽ ബെഡിലേക്ക് ഇരുന്നു. ധ്വനി, കഴിക്ക്. എനിക്ക് വേണ്ട ചായ. കുറച്ച് കഴിക്ക് പെണ്ണേ, എനിക്ക് നല്ല ക്ഷീണാവും. പിന്നെ ഡേവി കുറച്ച് അവളെ കൊണ്ട് കുടിപ്പിച്ചതും ബാക്കി അവനും കുടിച്ചു. ഇച്ചായ, മോള് അവൾ അമ്മച്ചിയുടെ റൂമിലാണ്. ഇന്ന് ഇങ്ങോട്ട് കൊണ്ടുവരുന്നില്ല. അതാ നല്ലത്.
അല്ലെങ്കിൽ മോൾക്കും പനി പിടിക്കും. പക്ഷെ കാണാത്ത കൊണ്ട് എന്തോ പോലെ. കുറച്ച് കഴിഞ്ഞാൽ കൊണ്ടുവരാം, പെട്ടെന്ന് കൊണ്ടുപോയാൽ മതിയല്ലോ. ഇച്ചാൻ എന്തിനാ കഞ്ഞി കുടിച്ചത്? ചോറും കറിയില്ലേ? ഉണ്ട്, പക്ഷെ എൻ്റെ പെണ്ണത് കുടിക്കുമ്പോൾ എനിക്ക് അതൊന്നും ഇറങ്ങില്ല. അയ്യോ, കരയാണോ? ഇച്ചായ കയറുക ക്രിസ്റ്റി, ദാ മിഠായി. എന്തിനാ? പനിക്കുമ്പോൾ തൊള്ള കക്കും. അപ്പോൾ ഇത് കഴിച്ചിരുന്നോ? ഇങ്ങത്താ. പിന്നെ ക്രിസ്റ്റി പോയതും ധോനിയുടെ വായിൽ ഡേവി കുഞ്ഞു പീസ് വെച്ച് കൊടുത്തതും അവനും അവളിൽ നിന്ന് കടിച്ചെടുത്തു. ഈ സമയം സണ്ണി കുറച്ചു പേരെ കൂടെ സാന്ദ്രയുടെ വീട്ടിലെത്തി. ഇവിടെ ആരും ഇല്ലേ? ആരാത്? ഞാനാ സണ്ണി, പഴയ റെസീറ്റ് കൊണ്ട് വന്നതാ. ആ കയറി വാ സണ്ണി. പിന്നെ സണ്ണിയും കുറച്ചു പേര് ഉള്ളിലേക്ക് കയറിയതും സണ്ണിയുടെ കണ്ണുകൾ ചുറ്റും ഓടി നടന്നു. അവനുള്ളിലുണ്ടാവാൻ വഴിയില്ല, പുറത്തായിരിക്കും. വീടിന്റെ ബാക്ക് വശത്തോട് ചേർന്നല്ലേ ഔട്ട് ഹൗസ് ഉണ്ടെങ്കിൽ അവിടെ ഉണ്ടാവാൻ സാധ്യതയുള്ളൂ. പിന്നെ സണ്ണി ഫോൺ വരുന്ന പോലെ ആക്കി പുറത്തേക്ക് ഇറങ്ങിയതും എല്ലായിടത്തും നോക്കി ബാക്ക് വശത്തേക്ക് നടന്നു. ഔട്ട് ഹൗസിന്റെ അടുത്തെത്തി. അത് ശരി, അവൻ ഇവിടെ ഉണ്ടല്ലോ. അപ്പോഴേക്കും സാന്ദ്ര ആ റൂമിലേക്ക് കയറിപ്പോകുന്നത് കണ്ടതും അവൻ ഫോൺ ഓണാക്കി ജനലിന്റെ അടുത്ത് വെച്ച് മാറി നിന്നു. ഇവർ ഇറങ്ങുന്നില്ലല്ലോ. അപ്പോഴേക്കും പോവാനായി കൂടെ വന്ന് ഇറങ്ങുന്നത് കണ്ടതും സണ്ണി ഫോൺ എടുത്ത് ഉള്ളിൽ നടന്നത് നോക്കാതെ തന്നെ അവർക്കൊപ്പം ഇറങ്ങി നേരെ ഡേവിയുടെ വീട്ടിലേക്ക് തിരിച്ചു. അമ്മച്ചി, ആരിത്? സണ്ണിയോ? ഈ വഴിയൊക്കെ ഓർമ്മയുണ്ടോ? ഇപ്പോൾ തീരെ കാണാറില്ലല്ലോ. എന്ത് ചെയ്യാനാ അമ്മച്ചി, പെരുന്നാൾ അടുത്തുകൊണ്ട് കുറച്ച് തിരക്കായി പോയി. പിന്നെ ഇപ്രാവശ്യം ഡേവി അങ്ങോട്ട് കണ്ടിട്ടില്ലല്ലോ. അവനാകെ തിരക്കായി ചെക്ക. ഓഫീസ് കാര്യങ്ങൾ തന്നെ അധികം ഉണ്ട്. അറിയാം അമ്മച്ചി, നിനക്ക് ഓഫീസിലേക്ക് വന്നോട്ടെ ചെക്ക. ഈ പെരുന്നാൾ കഴിഞ്ഞ് കയറാമെന്ന് കരുതുന്നു. ഇത് കുറേ നാളായി ഇവൻ പറയുന്നു അമ്മച്ചി. പക്ഷെ ആ പരിസരത്തേക്ക് പിന്നെ കാണില്ല. നീ വാ. പിന്നെ അവർ മുകളിലെത്തിയതും റൂമിൽ നിന്ന് പുറത്തിറങ്ങുന്ന ധ്വനിയെ നോക്കി. എന്തൊരു ധ്വനി ഇപ്പൊ കുറഞ്ഞു. ഇച്ചായ ഒറ്റയ്ക്ക് അവിടെ ഇരിക്കുമ്പോൾ എന്തോ പോലെ. പനി വിട്ടുമാറിയിട്ട് ഇറങ്ങിയാൽ മതി. ടി വി കണ്ട് കിടന്നു. പിന്നെ അവൻ ടി വി വെച്ച് കൊടുത്തതും സണ്ണിയിലേക്ക് ശ്രദ്ധ പോയി. എൻ്റെ സുഹൃത്താണ്, കാണാൻ വഴിയില്ല, ഇടയ്ക്ക് പൊങ്ങുള്ളൂ. പക്ഷെ ഇവിടുത്തെ എല്ലാ കാര്യങ്ങളും ഞാൻ അറിയാറുണ്ട്. പിന്നെ അവർ കുറച്ചു നേരം സംസാരിച്ച് ബാൽക്കണിയിലെത്തിയതും ഡേവി സണ്ണിയെ നോക്കി. എന്തായി, അവനവിടെ ഉണ്ടോ? ഉണ്ട്, ബാക്കിൽ ഔട്ട് ഹൗസിലാണ് അവന് താമസിപ്പിച്ചിരിക്കുന്നത്. പിന്നെതാ ഇത് നോക്ക്, ഇതെവിടെ നിനക്ക് കിട്ടി? അവൾ ഉള്ളിലേക്ക് കയറുമ്പോൾ ഫോൺ ഓണാക്കി വെച്ചതാ. കയ്യിലിരിക്കുന്ന നല്ലതാ. അവൾ ഉള്ളിൽ കൂടെ എന്തൊക്കെയോ കളിക്കുന്നുണ്ട്. നീ അവിടെ ലീനയെ കണ്ടോ? ഇല്ല. അപ്പൊ എങ്ങനെ ഇന്ന് രാത്രി? അവനെ പൊക്കല്ലേ? പൊക്കണം. പിന്നെ രാത്രി അവർ കാത്തിരുന്നു. ആൽവിൻ എന്താണ് വിളിച്ച് കൂന്നത്? നിനക്കെന്നോട് പഴയ സ്നേഹമൊന്നുമില്ല. ഇപ്പൊ എന്തെന്നെ മടുത്തു തുടങ്ങിയെങ്കിൽ നീ തിരിച്ചു പോവോ? ആൽവിൻ, നീ എന്തൊക്കെയാ ചോദിക്കുന്നേ? ചുമ്മാ, നീ എൻ്റെ ജീവനല്ല പെണ്ണെ. വന്നിരിക്ക്. സൺഡേ അടുത്തില്ലേ, ഒന്നും വാങ്ങിയില്ലല്ലോ മാരേജിന്. ചെറിയൊരു മാരേജ്, നമ്മൾ കുറച്ചു പേരുള്ളൂ. പക്ഷേ എൻ്റെ മേൽ ഒരു തരി പൊന്നില്ല. പൊന്നുംകുളത്തിന് എന്താ പൊന്നൊക്കെ സെറ്റ്. എന്താ സാന്ദ്ര പറഞ്ഞത്? ഇതൊക്കെ നിനക്ക് വാങ്ങിയതാ. എങ്ങനെയുണ്ട്? എന്നിട്ടെന്താ വാങ്ങാൻ പോയപ്പോൾ എന്നെ വിളിച്ചില്ല? ഞാനൊരു വഴി പോഴപ്പോൾ ഇഷ്ടപ്പെട്ടത് വാങ്ങിയതാ. പിന്നെ കുറച്ച് എൻ്റെ കൂടെ ഉണ്ട്. ഇതൊന്നും ഞാൻ ഉപയോഗിക്കാറില്ല, അതുകൊണ്ട് നീ എടുത്തോ. ഞാൻ ഇതൊക്കെ ഇട്ട് നോക്കട്ടെ. ഇന്ന് വേണ്ട, സൺഡേ ഇടാം. ഇതൊക്കെ ഞാൻ സൂക്ഷിച്ചു വയ്ക്കാം, പോരെ? മായി സാന്ദ്ര എടുത്തി. അപ്പോൾ നിങ്ങൾ സംസാരിക്കേ. ചേച്ചി ഒന്ന് നിന്നേ. ലീന, ഞാൻ ഇപ്പോൾ വരാം. ശരി. എന്താടാ വിളിച്ചത്? ഇത്രയും ഗോൾഡ് എടുക്കാൻ എവിടുന്ന പണം? ഇതൊക്കെ റോൾഡ് ഗോൾഡാണ്. കൂടിപ്പോയ എല്ലാത്തിനും കൂടെ 3000 കാണും. ഞാനും വിചാരിച്ചു ചേച്ചിക്ക് എന്ത് പറ്റിയെന്ന്. അവളിപ്പോൾ സന്തോഷിക്കട്ടെ, 2 ദിവസം കഴിഞ്ഞ് കരയാനുള്ളതല്ലേ. എന്നാലും നമ്മൾ വിചാരിച്ചതുപോലും നടന്നില്ലല്ലോ. ഇതിനൊക്കെ വഴിയുണ്ടടാ. ഇനി എന്ത് വഴി? ആമിയെ പൊക്കുന്നു. മോളെ ഡേവിക്ക് ജീവനാ. അതുകൊണ്ട് ചോദിച്ചതന്ന് കുഞ്ഞിനെ സ്വന്തമാക്കാൻ ഡേവി നോക്കും. പിന്നെ നമുക്കിവിടെ നിന്ന് മുങ്ങാം. പിന്നെ സുഖജീവിതം. നീ അവളുടെ അടുത്തേക്ക് പൊക്കോ. സംശയം തോന്നണ്ട മാറി നിന്ന് സംസാരിക്കുമ്പോൾ. പിന്നെ ആൽവിനുള്ളിലേക്ക് പോയതും സാന്ദ്ര ദിനേശിന്റെ അടുത്തേക്ക് നടന്നു. ഈ സമയം ഡേവിയും സണ്ണിയും സാന്ദ്രയുടെ വീടിന്റെ മതിൽ ചാടി ഔട്ട് ഹൗസ് ലക്ഷ്യം വെച്ച് നീങ്ങി.